ഞാനേ ഒരു മിൻറ്റ് ലൈം ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഗ്ലാസ്സോളം വെള്ളം ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണം എന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ വീട്ടിലുള്ള എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ കണക്കാക്കിയിട്ടാണ് ഒരു 3-3.5 ഗ്ലാസ്സോളം വെള്ളം ഉണ്ട്. പിന്നെ ഇച്ചിരി മിൻറ്റും എടുത്തിട്ടുണ്ട്. എല്ലാം ഇത് ഇവിടെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതാണ്. ഞാൻ അത് പ്രത്യേകം നട്ട് വച്ചിട്ടുണ്ട്. മിൻറ്റ് ലൈം ഇടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഈ പുതിന ഞാനൊന്ന് നട്ട് വളർത്തിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് കവടിയാറുള്ള ചായ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവിടെ ചെന്നാൽ മിൻറ്റ് ലൈം നമ്മൾ കുടിച്ചാലും മതി വരാത്ത ഒരു ടേസ്റ്റിലാണ് മിൻറ്റ് ലൈം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി. വളരെ വലുതായിട്ടൊന്നുമില്ല. തേയിലപ്പൊടി, പഞ്ചസാര, ഈ മിൻറ്റ്, പിന്നെ അല്ലാതെ നാരങ്ങ, ഇത്രയും കൂടെ വേണം. ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാം സാധാരണ നമുക്ക് കിട്ടുന്നത് തന്നെയാണ്, വേറെ വെറൈറ്റി ആയിട്ട് ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിലും ഇതിടാം എന്ന് വിചാരിച്ചു. ഇന്നൊന്നും തുടങ്ങിയതല്ല കേട്ടോ, തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഞാനിപ്പോൾ അതിന് അഡിക്റ്റായിരിക്കുവാണ്. എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരു മിൻറ്റ് ലൈമെങ്കിലും കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരാത്ത അവസ്ഥയായി. പിന്നെ ഇതിപ്പോൾ വേറെ വലിയ കുഴപ്പമൊന്നും ഉള്ളതല്ല. മിൻറ്റായാലും ലെമൺ ആയാലും നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. വലിയ കെമിക്കൽസോ ഒന്നും അടങ്ങിയതല്ല. കെമിക്കൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി തേയിലപ്പൊടിയിലായിരിക്കാം. അല്ലാതെ ഇതെല്ലാം നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കവടിയാർ വഴി പോവുകയാണെങ്കിൽ ചായ് എന്ന് പറയുന്ന ഒരു കടയുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ് അവിടെ. ഈ ചായക്ക് മിൻറ്റ് ലൈമാണ് അവിടെ കൂടുതലും പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം ഭയങ്കരമാണ് കേട്ടോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് അഡിക്റ്റ് ആവും, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ അഡിക്റ്റായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ ശാരീരിക ദോഷങ്ങളൊന്നും ഉള്ള കാര്യമല്ല. അപ്പോൾ ഞാനിതാ മിൻറ്റ് ഒന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. മിൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഈ തിളച്ച് അതിൻ്റെ സത്തെല്ലാം അതിൽ പിടിക്കണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു നല്ലൊരു ഗുണം, ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു മണം കിട്ടത്തുള്ളൂ. അതൊന്ന് നല്ലവണ്ണം തിളക്കട്ടെ. ഇത് നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഇത്രയ്ക്ക് മതി. തേയില കൂടെ ഇടാം. അതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ലെമണാണ്. ഞാൻ ഹാഫ് ലെമണാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് വേണ്ട, എങ്കിൽ ഭയങ്കര പുളിപ്പായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. ചെറിയ ഒരു പുളിപ്പ് കിട്ടിയാൽ മതി. ഈ നാരങ്ങയുടെ കുരുവൊക്കെ ചിലപ്പോൾ വീഴും. ഞാനിപ്പോൾ നാരങ്ങ എടുത്തപ്പോൾ കുരു വീണിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അതൊരു പ്രശ്നമൊന്നുമല്ല. നമ്മൾ എന്തായാലും ഇത് അരിച്ചാണ് എടുക്കുന്നത്. ഇതാ ആ പുതിന ഇലയെല്ലാം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരല്പം പഞ്ചസാര ഇടുക. ഇത് വളരെ കുറച്ച് പഞ്ചസാര മതി കേട്ടോ. പഞ്ചസാര കൂടിയാൽ മധുരമായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. മധുരമല്ല, നമ്മുടെ പുതിനയുടെയും നാരങ്ങയുടെയും ടേസ്റ്റ് വേണം മുന്നിൽ നിൽക്കാനുള്ളത്. അപ്പം ഞാനൊരല്പം പഞ്ചസാര കൂടെ ഇടാം. ഇതാ ഇത്രയും പഞ്ചസാര മതി. ഒരു സ്പൂൺ, വലിയ സ്പൂണിന് 1 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പിലൊഴിച്ചിട്ട് ഒന്ന് അരിച്ച് എടുക്കാം. നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് ഒരു അരിപ്പെടുത്ത് നമുക്കൊന്ന് അരിച്ച് എടുക്കാം. ഒന്ന് അരിച്ചെടുക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയാമോ? അപ്പം നിങ്ങളും ഇതുപോലെ ഈ മിൻറ്റും ലൈമും എല്ലാം കൂടെ ചേർത്തിട്ടൊരു കട്ടൻ ഇട്ടടിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ കട്ടൻ രാവിലെയോ രാത്രിയോ ഇട്ട് കുടിച്ചാൽ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു റിലീഫ് പോലെ തോന്നും. സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. രാവിലെയൊക്കെ കുടിച്ചു കഴിഞ്ഞാലേ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് ഇതിന് കിട്ടുന്നത്. ഞാൻ എന്തായാലും ഇതിന് അഡിക്റ്റ് ആയിരിക്കുകയാണ്. അത് വലിയ കുഴപ്പമൊന്നും ഉള്ളതല്ല കേട്ടോ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ മിൻറ്റ് ലൈം ഇതാ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.